ഹായ്, എൻ്റെ പേര് വിഷ്ണുപ്രസാദ്. ഞാനാണ് അനുരാഗിണിയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുരാഗിണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ആദ്യം റമീസ് എൻ്റെ അടുത്തേക്ക് വന്ന കാര്യമാണ് പറയുന്നത്. അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഒരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ചെയ്യാൻ, ഒരു ലവ് സ്റ്റോറി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റെഫറൻസ് മെറ്റീരിയലായിട്ട് എടുത്തത് നമ്മുടെ വിനീതേട്ടൻ്റെ തട്ടത്തിമറയത്താണ്. അപ്പോൾ വിനീതേട്ടനും പ്രണയവും തട്ടത്തിമറയത്തും. അപ്പോൾ ആ ഒരു ഫീല് നമ്മുടെ ഷോർട്ട് ഫിലിമിൽ കുറച്ചെങ്കിലും കൊണ്ടുവരണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൂഡ് വെച്ച്, ആ റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, നമ്മുടെ കോളേജ് ലൈഫ് ഉണ്ടാവണം, അതൊക്കെ എൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് വരുന്നിരുന്നു. അതുപോലെ തന്നെ അത് വിഷ്വലിലേക്ക് എത്തിക്കാൻ റമീസിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിള്ളേരാണെങ്കിലും അഭിനയിച്ച ആളുകളാണെങ്കിലും ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ടാണ്, അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക്കാണ് നമ്മുടെ ഒരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമിൻ്റെ ഏറ്റവും വലിയ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അനുരാഗിണി എന്ന് പറഞ്ഞൊരു പോർഷൻ എന്ത് രസമായിട്ടാണ് വരുന്നതെന്ന് അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ട്രെയിലറിൻ്റെ എൻഡിലാണെങ്കിലും അനുരാഗിണി എന്ന് പറഞ്ഞ പോർഷൻ ഭയങ്കര ഫീലാണ്. നമ്മുടെ അർജുൻ അക്ഷയ നല്ല രീതിയിൽ തന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. എല്ലാവർക്കും വർക്ക് ആവുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറ എഡിറ്റിംഗ് ചെയ്യുന്നത് വിശാഖേട്ടനാണ്. വിശാഖേട്ടനും വളരെ സെറ്റായിട്ട് പരിപാടി ചെയ്തിട്ടുണ്ട്. എല്ലാവരും അനുരാഗിണി കാണണം. അതുപോലെ തന്നെ അനുരാഗിണിമാരുള്ളവർ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. എല്ലാവരും മസ്റ്റ് വാച്ചായിട്ട് എന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.